രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണം ഉടൻ കടക്കും. ആദ്യ കേസുകളിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടിയിലേക്കും അന്വേഷണ സംഘം കടന്നേക്കുമെന്നാണ് അറിയുന്നത്. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുണ്ട്. അമൽ, മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോയത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യ കേസിൽ തന്നെ അറസ്റ്റിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ, പക്ഷേ രാഹുൽ ഒളിവിൽ പോകുന്നു, പിന്നീട് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ, അങ്ങനെ നാടകീയമായ കുറേ ദിവസങ്ങൾ കടന്നുപോയതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാകാം മൂന്നാമത്തെ കേസ് വന്നപ്പോൾ വളരെ രഹസ്യാത്മകമായി അത് സൂക്ഷിക്കുകയും നടപടിയിലേക്ക് പോലീസ് പോയത്. ഇനി എങ്ങനെയാണ് മറ്റ് രണ്ട് കേസുകളിൽ കൂടി പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുക? ദിവിഷെ, രാഹുലിനെതിരെ ഇത് ആദ്യമായല്ല പരാതി ഉയരുന്നത്. ആ പരാതി ഉയർന്ന ആദ്യ കേസിൽ രാഹുൽ കോടതിയിലേക്ക് എത്തുന്നു. ഈ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തി എന്ന വിവരം അറിഞ്ഞ അതേ നിമിഷം രാഹുൽ പാലക്കാട്ടെ കണ്ണാടി എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നും രാഹുൽ നേരെ പാലക്കാട് ടൗണിലേക്ക് എത്തി. പാലക്കാട് ടൗണിലേക്ക് എത്തും വരെ രാഹുലിൻ്റെ ഈ കാറിൻ്റെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഒക്കെ ശേഖരിക്കാൻ പോലീസിനായിരുന്നുവെങ്കിൽ പാലക്കാട് നിന്നും രാഹുൽ എവിടേക്ക് പോയി എന്ന കാര്യത്തിൽ പോലീസിന് യാതൊരുവിധ വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോയമ്പത്തൂരുണ്ട്, അല്ലെങ്കിൽ ബംഗളൂരുവിലുണ്ട് എന്നൊക്കെ പോലീസ് പറയുമ്പോഴും പോലീസിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ രാഹുലിന് ചോർന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ പോലീസ് കേന്ദ്രങ്ങൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മൂന്നാമത്തെ കേസിൽ അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ കേസാണ് ആദ്യ രണ്ട് കേസുകളും. കാരണം രാഹുലിനെ പോലെ MLA ആയിരിക്കുന്ന ഒരാൾ സംസ്ഥാനം വിട്ടു പോയിട്ടും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് എവിടെയോ ഉണ്ടായിരുന്നിട്ടും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിന്നിരുന്നു. ഒടുവിൽ രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വന്ന് വോട്ട് ചെയ്ത് പോയ സമയത്ത് മാത്രമാണ് രാഹുലിനെ പിന്നീട് പുറലോകം കണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ചോദ്യം ഉയർന്നു. പ്രതിപക്ഷം ചോദിച്ച ചോദ്യം, കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലെ ഒരാളെ കണ്ടെത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ പറ്റാത്തതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കല്ല എന്നുള്ളതാണ് മുരളീധരൻ അടക്കം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി എത്തി. ആ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ മാത്രമാണ് കാണുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അത്തരത്തിൽ ഒരു വീഴ്ചയും കേരള പോലീസിന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു പരാതി വന്നിട്ട് ഒരാഴ്ചയോളമാകുന്നു. ആ ഒരാഴ്ചയാകുമ്പോഴും ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ള വിവരം പോലും പുറത്തേക്ക് അറിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ പരാതി പുറത്തറിഞ്ഞില്ല. മാത്രമല്ല, പരാതി അന്വേഷിക്കുന്ന സംഘത്തിന് മുന്നിലേക്ക് മുഖ്യമന്ത്രി പരാതി DGPക്ക് നൽകുന്നു. DGP ആ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുന്നു. അന്വേഷണ സംഘം ആ പരാതിയിലെ ബാക്കി അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായി തന്നെ നോക്കുന്നു. പരാതിക്കാരിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, പരാതിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത ചില തെളിവുകൾ ഉണ്ടായിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിൻ്റെ അടുത്തേക്ക് പോകുന്നു. രാഹുൽ എവിടെയാണുള്ളത് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. തിരുവനന്തപുരത്തടക്കം എറണാകുളത്തടക്കം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി രാഹുൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പാലക്കാടേക്ക് എത്തുന്നു. പാലക്കാടേക്ക് എത്തുമ്പോൾ രാഹുൽ പോയി താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്നുള്ള കൃത്യമായ ധാരണ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ അന്വേഷണ സംഘം രാഹുൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ ഹോട്ടലിൽ താമസമാക്കി. അതിനുശേഷം രാഹുൽ എത്തുന്നു. രാഹുലിനൊപ്പം 2 ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഓഫീസിലെ സ്റ്റാഫുകളാണ്. ആ സ്റ്റാഫുകൾ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം രാത്രി 12:30 മണിയാകുമ്പോൾ താഴെ റിസപ്ഷനിലെത്തി ഇതിനു മുൻപുണ്ടായ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ രഹസ്യാത്മകമായി മൂന്നാമത്തെ കേസ് പരിഗണിക്കുകയും അതിന്റെ നടപടികളിലേക്ക് പോലീസ് പോവുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നടന്നത്. ഇനി മറ്റു 2 കേസുകളിൽ കൂടി കോടതിയിൽ നിന്ന് അതിൻ്റെ അനുമതികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അമൽ തേനപ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.